വിവരങ്ങൾ നൽകാൻ ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, പുലികളുടെ കളറായ പടങ്ങൾ, ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാം. എത്രയായി അവിടുത്തെ ഒരുക്കങ്ങൾ? എപ്പോഴാണ് പുലികളി ആരംഭിക്കുക? നൗഫൽ, ശക്തന്റെ തട്ടകം പുലിക്കളിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാനഘട്ട സമയത്തിലാണ് ഇപ്പോൾ പുലികളൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ അയ്യന്തോൾ പുലി സംഘത്തിന്റെ മടയിലാണുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു പുലികളൊക്കെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. അല്പസമയത്തിനകം തന്നെ പുലികൾ ഇവിടുന്ന് ഇറങ്ങും. ഇപ്പം 2 മണിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ 2:30 തന്നെ ഇവിടുന്ന് ഇറങ്ങും. 4 മണിയോടുകൂടി തൃശൂർ റൗണ്ടിലേക്ക് പുലികൾ എത്തും എന്നുള്ളതാണ്. 9 പുലി സംഘങ്ങളാണ് ഇത്തവണയുള്ളത്. ഏതാണ്ട് 459ഓളം പുലികൾ ഇന്ന് തൃശൂർ റൗണ്ടിൽ ചുവട് വയ്ക്കും എന്നുള്ളതാണ്. കൃത്യമായ താളത്തിനൊപ്പം അവരുടെ കുടവയറുകൾ കുലുക്കിക്കൊണ്ട്, ഈ കുടമണികൾ കിലുക്കിക്കൊണ്ട് അങ്ങനെ തൃശൂർ നഗരത്തെ ബലം വെക്കുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മുൻ മന്ത്രി സുനിൽകുമാർ ഇപ്പോൾ വീഡിയോ ഉണ്ടം ചേരുകയാണ്. ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലായി. പിന്നെ 4 മണിക്ക് അയ്യന്തോൾ ദേശക്കാര് റൗണ്ടിൽ കയറാനാണ് പറഞ്ഞിട്ടുള്ള അവരടുത്ത്. ഇവരൊക്കെ അതിന്റെ തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴും മുഴുവൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ 4 മണിക്കുള്ള ഒരു സംഘാടകർ അത്ര എഫിഷ്യന്റ് ആണ്. ഇത്തവണത്തെ നമ്മുടെ പുലിക്കളി പരിപാടികൾ ഞാനിപ്പോ എല്ലാ ദേശത്തിന്റെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. 1-2 സ്ഥലത്ത് പോകത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും പോയി. എല്ലായിടത്തും കാണുന്ന ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തില്ലാത്ത തരത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആവേശമാണ്. വെച്ചാൽ സംഘാടക മികവ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഓരോ പുലികളും, അതിന്റെ ഒരുക്കക്കാര്, മേളക്കാര്, പെയിന്റ് അടിക്കാര്, അവർ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ, അത് പെയിന്റ് അരയ്ക്കുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാവരും കൂടി ആ ടൈമിൽ അത് ഇറക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതിന്റെ ആ ഡിസിപ്ലിൻ, കൂട്ടായ്മ, പിന്നെ ഈ വരയ്ക്ക് സമ്മാനം, അപ്പൊ എല്ലാത്തിനും പിന്നെ സമ്മാനം ഏറ്റവും കൂടുതൽ മേടിക്കാൻ വേണ്ടി, അപ്പൊ അച്ചടക്കത്തോടു കൂടി അതിന്റെ എല്ലാ തരത്തിലുള്ള മികവോടും കൂടി ഇറക്കാന്നുള്ളതാണ്. വെറുതെ വന്നൊരാൾക്കൂട്ടം. പുലികളിക്കുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. ഇനി അത് കാണാനുള്ള ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്.